വിഷമിക്കേണ്ട, നിങ്ങളെ കഷ്ടപ്പെടുത്തുന്നില്ല. ആഹാരം ഇവിടെ വരെ എത്താൻ വേണ്ടി ഒരു സമയത്തിന് വേണ്ടി മാത്രം ആ മനുഷ്യൻ ടൈം എടുക്കുന്നു, ആ മനുഷ്യൻ ചെയ്യുന്നു. എല്ലാവർക്കും എടുത്തായിട്ട് 51-ാം സങ്കീർത്തനം Psalm 51 അതിന്റെ സ്തോത്രം ചെയ്യുന്നു. 10, 11, 12 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കേണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും വരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരയണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനത്തിനായ സ്തോത്രം. നിങ്ങൾക്ക് പരിചയമുള്ളവരാണെങ്കിൽ, ബൈബിൾ അറിയാമെങ്കിൽ, ഈ സങ്കീർത്തനം ദാവീദ് മഹാരാജാവ് എഴുതുന്ന പാപം ചെയ്ത ശേഷമാണ്. ഓർത്തോണം, ദൈവം ഒരു യോഗ്യതയില്ലായിരുന്ന ദാവീദ് രാജാവിനെ ഒരു ഇടയ ജോലിയിൽ നിന്ന് ഇടയ പാലകനായിരിക്കുമ്പോൾ ദൈവം തെരഞ്ഞെടുത്ത് രാജാവായി അഭിഷേകം ചെയ്ത് അവനെ അനുഗ്രഹിച്ചുയർത്തി ഇസ്രയേലിന്റെ രാജാധികാരത്തിൽ എത്തിച്ചു. എല്ലാം അവന് കൊടുത്തു, ഒന്നും കൊടുക്കാതിരുന്നില്ല. ദൈവത്തിന്റെ അനോയിന്റഡ് ആയിട്ട് വാഴുമ്പോൾ രാജാക്കന്മാർ യുദ്ധത്തിന് പോകേണ്ട കാലത്ത് വീട്ടിൽ റിലാക്സ് ചെയ്ത് ദൈവം നിങ്ങളെ വിളിച്ചേക്കുന്ന ഒരു മിനിസ്റ്റർ ചെയ്യാനാണ്. വെറുതെ വീട്ടിൽ ചുമ്മാ കുത്തിയിരുന്നാൽ ഒരു ചൊല്ലുണ്ടല്ലോ, ഐഡിൽ മൈൻഡ് ഈസ് എ വർക്ക് ഹൗസ് ഓഫ് ഡെവിൾ. ഒത്തോണം, ഒന്നും ചെയ്യാതെ നീ കുത്തിയിരിക്കുമ്പോൾ പിശാച് നിന്റെ ഉള്ളിൽ വരും, നിന്നെ ചെയ്യേണ്ടാത്തത് ചെയ്യാൻ പ്രേരിപ്പിക്കും. അതുകൊണ്ട് എപ്പോഴും ഓർക്കണം, ബൈബിൾ പഠിപ്പിക്കുന്നു ഓൾ ക്രിസ്ത്യൻസ്. ഇന്നലെ കഴിഞ്ഞ ദിവസം റൂബനും റെഹാനും ബാപ്റ്റിസം എടുത്തു. താങ്ക് ഗോഡ് ഫോർ ദ യങ് ചിൽഡ്രൻ. ഞാൻ പറഞ്ഞു, അവൻ സ്വന്തം ചെയ്യുന്നു, നൗ യു ആർ ക്രിസ്ത്യൻ സോൾജേഴ്സ്. ഗോഡ് ഹസ് കോൾഡ് യു ടു ബി സോൾജേഴ്സ്. സോൾജേഴ്സിന് ഉഴപ്പി നിൽക്കാൻ പറ്റില്ല. ദേ ആർ എ ബാറ്റിൽ ഫീൽഡ്. ഇഫ് ദേ ആർ നോട്ട് അലേർട്ട് അല്ല, ഏത് നേരത്തും ബുള്ളറ്റ് തല കിഴിച്ചുകൊണ്ട് പോകാം. സോ അതിനു വേണ്ടിയ ഹെൽമെറ്റ്, അതിനു വേണ്ടിയ എല്ലാ ആയുധങ്ങളും എടുത്ത് റെഡിയായിട്ട് ബാറ്റിൽ ഫീൽഡ്. പ്രിയമുള്ളവരെ ഓർത്തോണം, നിങ്ങളെ ദൈവം വിളിക്കുമ്പോൾ യു ആർ ഇൻ എ ബാറ്റിൽ ഫീൽഡ്. എവറി മൊമെന്റ് ഡെവിൾ കാൻ അറ്റാക്ക് യു. അത് എവിടുന്ന് വരുന്നു, എങ്ങനെ വരുന്നു, യു വിൽ നെവർ ഈവൻ നോ. കുഞ്ഞുങ്ങളെ, ഈ ജോബിനെ നോക്കിയാൽ മതി, ജോബിനെ. അതുകൊണ്ട് ജോബ് എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അവൻ മക്കൾ പാർട്ടിക്കൊക്കെ പോയി കഴിയുമ്പം ജോബ് ഓരോരുത്തരുടെ പേര് ചൊല്ലി കഴിക്കുമായിരുന്നു. He knew anytime. ബൈബിൾ പഠിപ്പിക്കുന്നത് thief comes to steal, kill and destroy. ഈശോ പഠിപ്പിച്ചതാ, കള്ളൻ വരുന്നത് അറുക്കാനും മുടിക്കാനും മോഷ്ടിച്ച് നശിപ്പിക്കാൻ. ഇന്ന് ഇവിടെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ശത്രു പിടിച്ച് അറുത്ത് മുടിച്ച് തോൽപ്പിച്ചിട്ടിരിക്കുന്ന അവസ്ഥകൾ കാണാൻ എനിക്കറിയില്ല. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ഫെയിലിയറായിട്ട്, കംപ്ലീറ്റ്ലി പാപ്പരായിട്ട്, ഒരു സന്തോഷം അനുഭവിക്കാൻ കഴിയാത്ത അവസ്ഥകളായിരിക്കുന്നവരായിരിക്കാം. ഇന്ന് തകർച്ചകൾ കൂടി പുറമെ ചിരിക്കുന്നുണ്ടെങ്കിലും വേദനയിൽ കൂടെ പോകുന്നവരായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി യേശു പറയുക, ബട്ട് ഐ ഹാവ് കം. ഞാൻ എന്തിനാ വന്നെന്നറിയാമോ? നിങ്ങൾക്ക് ജീവൻ, ലൈഫ്. ഇന്ന് ഡ്രെയിൻഡ് ആൻഡ് കംപ്ലീറ്റ്ലി ഷാറ്റേർഡ് ആണെങ്കിൽ ക്രൈസ്റ്റ് കെയിം ദാറ്റ് യു മേ ഹാവ് ലൈഫ് മോർ അബണ്ടന്റ്ലി. ഈ ലൈഫ് വന്നാൽ ആനന്ദമാണ്. നോക്ക്, ഇവിടെ ഡേവിഡിനെ വിളിച്ചത് വാരിയർ ആയിരിക്കണം. അനോയിന്റിംഗ് ഓയിൽ വീണ് അവനെ അഭിഷേകം ചെയ്ത് കഴിഞ്ഞപ്പോൾ വരുന്ന ഒരു വലിയ ഗൊലായത്ത് അറ്റാക്ക് ചെയ്യാൻ. ജസ്റ്റ് ഇറ്റ്സ് എ ലാഡ് കിഡ്. അവന്റെ ചേട്ടന്മാരൊക്കെ വലിയ കമാൻഡേഴ്സ്. പക്ഷെ പ്രോബ്ലം വരുമ്പോൾ they don't know how to face. They go and hide. Anointing king ഈ ജസ്റ്റ് കിഡായിരിക്കുന്ന ഡേവിഡിന്മേൽ വന്ന പോകും. Who is that? Uncircumcised who put down the Lord God of Israel എന്ന് പറഞ്ഞ വെല്ലുവിളിക്കുക. അവിടെ അനോയിന്റ് ചെയ്ത് പക്ഷേ രാജാവായി കഴിഞ്ഞപ്പോൾ ബൈബിൾ പറയുന്നു, ബാറ്റിൽ ഫീൽഡിൽ യുദ്ധം ചെയ്യേണ്ട കിങ്ങായ ഡേവിഡ് റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ സിന്നിലേക്ക് പെടും. അനേരം പറയും ഫോഴ്സ്. ഞാൻ നോക്കുമ്പോൾ 10 കൽപ്പനയും ദാവീദ് ഒരുമിച്ച് ലഭിച്ചു. അയ്യോ, ഇത് സോ സീരിയസ്. ആരും അറിഞ്ഞില്ല, രഹസ്യമാണെന്ന് വിചാരിച്ചു. ദൈവത്തിന്റെ പ്രവാചകൻ പിടിച്ചു വന്ന് അവനെ കൺഫ്രണ്ട് ചെയ്യുമ്പോൾ, അതാ ദൈവന്റെ ഒരു പ്രത്യേകത, കുറവ് പറയുമ്പോൾ you will accept and yield. തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവൻ എന്തോ വരത്തില്ല, ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന്. ഓർത്തോണം, നിങ്ങളെ അനോയിന്റ് ചെയ്യുമ്പോൾ ദൈവം നിങ്ങളുടെ മേൽ തരുന്നൊരു കാര്യം അഭിഷേകം, അനോയിന്റിങ്, ഹോളി സ്പിരിറ്റ്. അതുകൊണ്ട് എപ്പോഴും പറഞ്ഞു, യേശു പറഞ്ഞു, ഇറ്റ്സ് ഗുഡ് ദാറ്റ് ഐ ഗോ. എന്തുകൊണ്ടാണ്?
Jesus could have remained in this earth forever with us, Emmanuel എന്ന പേര്. But he said, no, it's good that I go. If I do not go, I cannot send you the Holy Spirit. ഞാൻ പോകാൻ ഞാൻ പരിശുദ്ധാത്മാവെന്ന പാരക്ലീറ്റ്, പരിശുദ്ധാരൂപിക്ക് വരാൻ പറ്റൂല. അവൻ വന്ന് നിങ്ങളുടെ മേൽ ആവശ്യിക്കണം. ഇല്ലാണ്ട് നിങ്ങൾക്ക് ക്രിസ്തീയ ജീവിതം ജയകരമായി നയിക്കാൻ കഴിയില്ല. എന്നാൽ ആ പരിശുദ്ധാരൂപിയെ ട്രഡീഷൻസ് വന്നു കഴിഞ്ഞപ്പോൾ എന്താക്കിയെന്ന് അറിയാമോ? റിയൽ പേഴ്സൺ ആകുന്ന പരിശുദ്ധാരൂപി ഈ ഭൂമിയിൽ ഉള്ളപ്പോൾ മനുഷ്യൻ ട്രഡീഷനിലോട്ട് പോയിട്ട് പഴയ ഓൾഡ് ടെസ്റ്റ്മെന്റ് കാലങ്ങളിൽ ഈ പരിശുദ്ധാരൂപിയെ കാണിച്ചുന്ന ഓയിൻമെന്റ് ഉണ്ട്, അല്ലെങ്കിൽ എണ്ണയുണ്ട്. ആ എണ്ണ ഉണ്ടാക്കാൻ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റത്തില്ല, അതിന് വ്യവസ്ഥയുണ്ട്. അവൻ ആ എണ്ണയാക്കി മാറ്റി, എന്നിട്ട് അതിന് സൈത്തും മൂറും നോക്കാക്കി. നോ, എന്റെ പപ്പ ഇവിടെ പയറ് പോലെ ഇരിക്കുന്നുണ്ട്. ഞാൻ പപ്പ അവിടെ ഇരിക്കുന്ന മൈൻഡ് ചെയ്യുന്നില്ല. ഇങ്ങനത്തെ പപ്പയുടെ ഫോട്ടോ വെച്ച് പപ്പ ഐ ലവ് യു, ഐ ലവ് യു, മൈ ഗോഡ്. പപ്പ വരും, വാട്ട് ഈസ് ദിസ്? എനിക്ക് സ്നേഹം പപ്പയുടെ, പക്ഷെ ഫോട്ടോ പപ്പ ഇവിടെ ജീവനോട് എന്റെ അടുക്ക ഒന്ന് അനാലോചന ചിന്തിച്ച്. Holy Spirit is right now in this earth. Jesus won't lie. അവൻ പറഞ്ഞു ഞാൻ പോയിട്ട് അയച്ചു തരാം. നിങ്ങൾക്ക് പറ്റത്തില്ല തന്നെ. കാരണം ഈശോയുടെ കൂടെ 3.5 വർഷം അപ്രന്റീസ്ഷിപ്പ് ചെയ്തിട്ടും disciples were feeling drastically. They were leaving him, running away. അന്ന് ഈശോ പറഞ്ഞു ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് പ്രയോജനം. ഇല്ലേ പരിശുദ്ധാത്മാവ് വന്നാൽ, അതുകൊണ്ട് ആ വിശുദ്ധിയെ നിങ്ങളുടെ മേൽ ഹോളി സ്പിരിറ്റ് വസിക്കണം. അതുകൊണ്ട് ആ കേലവനോടുള്ള ബന്ധത്തിൽ ഇന്നലെ പോലെ അനോയിന്റിങ് എന്ന് പറയുന്നത്, അതുകൊണ്ട് ഈശോ പറഞ്ഞു നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ വിറ്റ്നസ് ആകും. വിറ്റ്നസ്, ഈ പവർ ചുമ്മാ പുൾപിറ്റ് പ്രസംഗിക്കാനല്ല എന്ന് പറഞ്ഞു. പുൾപിറ്റ് പ്രസംഗിക്കാനല്ല പവർ. ബി എ വിറ്റ്നസ് ഓഫ് ക്രൈസ്റ്റ് ഇൻ മിഡ്സ്റ്റ് ഓഫ് ട്രബിൾ. ഇന്നലെ വന്നാൽ ജിമിയോടും ഫാമിലി പറഞ്ഞു എല്ലാവരും മിറക്കിളും ഹീലിങ്ങും, അതിനല്ല യേശുവിന്റെ പുറകെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ജീസസിന്റെ ഡിസൈപ്പിൾസ് ആരും മരിക്കരുതായിരുന്നു. Every disciples went through struggles and troubles and problems. 12 പേരിൽ 11 were killed by wicked people. And do you think that your God was not powerful enough to deliver them? No. കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്, look, fulfilling the purpose. ജീവിതത്തിൽ ദൈവം വിളിച്ച ഉദ്ദേശം നിവർത്തിക്കാനാണ് നമ്മുടെ ലക്ഷ്യം. ക്യാൻസറിൽ ജീവിക്കാനാണ് വിളിച്ചെങ്കിൽ live in cancer trusting the Lord so that മറ്റുള്ളവർ കാണുമ്പോൾ ക്യാൻസർ ആരംഭിച്ചു പോകുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ പറയുക, എങ്ങനെയാ നീ ചിരിക്കുന്നത്? ഹൗ ആർ യു ഹാപ്പി? പ്രോബ്ലം ഇല്ലാട്ടില്ല, എല്ലാം പ്രോബ്ലമാണ്. അവിടെ ഹാപ്പിനെസ് ആയിട്ട് നമ്മൾ നിർത്തുന്ന ദൈവം, ആ പരിശുദ്ധാത്മാവ് അത് ചെയ്യുന്നത്. ഇവിടെ സിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ദാവീദിന് മനസ്സിലായി, ദാവീദിനറിയാമോ പോയാൽ ഈസിലോ. അതുകൊണ്ട് അവൻ പറയുക, എന്റെ 10ാമത്തെ വാക്ക്, ദൈവമേ I need a pure heart. എന്നിട്ട് സ്ഥിരമായി നിൽക്കുന്ന മാറിപ്പോകാത്ത ഹോളി സ്പിരിറ്റിന്റെ ആത്മാവിനെ എന്നിലാക്കണം. എന്നിട്ട് അടുത്ത പറയുക, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ കാസ്റ്റ് ഔട്ട് ചെയ്യില്ല. Yes, I messed up. I did a lot of sin. I cannot be worthy to be called your child. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത്. അവന്റെ ബാക്കിയൊന്നുമല്ല വിഷയം. പരിശുദ്ധാത്മാവ് പോയാ പോയി. പരിശുദ്ധാത്മാവ് ഉണ്ടല്ലേ ഉള്ളൂ. ആ നല്ലവണ്ണം ദാവീദ് അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ എടുക്കരുത്. അടുത്ത് പറയുക, ഈ പരിശുദ്ധാത്മാവ് ഉണ്ടല്ലേ ജോയ് ഉള്ളൂ. അത് ആ എങ്ങനെ നിനക്ക് ജോയ് വേഴ്സ് അത് എഴുതിയതാണ്. പരിശുദ്ധാത്മാവിൽ കൂടി മാത്രം സന്തോഷമുള്ളത്. നിന്റെ രക്ഷയുടെ സന്തോഷം, നിന്റെ സന്നിധിയിൽ പരിശുദ്ധം എടുക്കുന്ന നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ ഇന്ന് അതാണ് നമുക്ക് പറയാം. ഓർത്തോണേ, ഈ പ്രാർത്ഥന ദൈവം അംഗീകരിച്ചു. ഞാൻ നോക്കിയാൽ ഡേവിഡ് കനോട്ട് ബി ഹോണർഡ് ഇൻ എനി വേ. എനിക്ക് ശ്രമിക്കാൻ പറ്റത്തില്ല. ഉറായോടൊക്കെ ചെയ്തത് അൺബിലീവബിൾ സിൻ. ഐ കനോട്ട് ഫോർഗീവ് ഹിം. നോ വേ. ഇറ്റ് ഈസ് ഹാർഡ് ഫോർ മീ ടു ഫോർഗീവ്. പക്ഷേ യു നോ വാട്ട്, ഞാൻ നോക്കുമ്പോൾ ഏറ്റവും തോറ്റ് കിടക്കുന്ന ദാവീദ് അല്ലേ, ഏറ്റവും തുന്നം പാടി. എന്നാൽ ആ ദാവീദ് അനുദപിച്ചിട്ട് തന്റെ ഹൃദയത്തെ കഠിനാൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ദൈവം അവനെ ഏറ്റെടുക്കുക. അതുകൊണ്ടാ പറയുന്നത് ഏറ്റവും വീക്കസ്റ്റ് ആൻഡ് ബ്രോക്കൺ പേഴ്സൺ ഇസ് ദ സ്ട്രോങ്ങസ്റ്റ് പേഴ്സൺ എന്ന് പറയാൻ കാരണം മറ്റൊന്നുമല്ല, നിന്റെ പരാജയം നീ തുറന്ന് സമ്മതിക്കുമ്പോൾ ലോകമെല്ലാം കൊള്ളത്തിൽ ഇവൻ തകർന്നവൻ പാവി എന്ന് പറഞ്ഞു വിധിക്കുമ്പോൾ ദൈവം സാരമെന്നെ വെക്കാം. നിങ്ങൾ ശ്രദ്ധിക്കണേ, വാട്ട് ഇസ് ദ ഗോസ്പൽ? പോൾ പറയുക, ഗോസ്പൽ, വാട്ട് ഇസ് മൈ ഗോസ്പൽ? ദാവീദിന്റെ സന്തതിയായിട്ട് ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ
യേശുവിനെ ഓർത്തുകൊള്ളുക. That is my gospel. അയ്യോ, എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. How come David, that sinner, the worst person for me as a man? ഇത് നോക്കണം. ആ എരിഹോ തിരുവഴി യേശു പോകുമ്പോൾ ഒരു ഭിക്ഷക്കാരൻ, യേശുവേ, ആരുടെ പുത്രൻ എന്നാ പറഞ്ഞേ? മേരിയുടെ പുത്രൻ എന്നാന്ന് പറഞ്ഞേ? ദാവീദ് പുത്ര, എനിക്ക് നിങ്ങൾക്ക് ക്ഷേമായിരിക്കും ഡാവീദിനെ ഉയർത്താൻ. എന്റെ ദൈവം ഇറങ്ങി വന്നിട്ട് കുറവേറ്റ് പറഞ്ഞ അപ്പാ പരിശുദ്ധാത്മാവിനെ എടുക്കല്ലേ തരണേ എന്ന് പറഞ്ഞ് അനുദപിച്ചൊടുക്കുമ്പോൾ തന്മേൽ നോക്കി കൊടുത്തുക മാത്രമല്ല, യേശുവിന്റെ ജിനിയോളജി വരുമ്പോൾ he came as a son of David. ഇന്നും എൻ്റെ യേശുവിന് ദാവീദിന്റെ പുത്രൻ എന്ന് പറയാൻ എൻ്റെ യേശുനാഥന് ലജ്ജയില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി how much failure you are, don't worry about it. ഓടി വാ, പറയാം, പുത്രന്റെ രക്തത്താലെ കഴുക, നിന്റെ ഹോളി സ്പിരിറ്റിന്റെ മേൽ അയക്ക്. നീ എത്ര ഫീലുകളാണേലും നിന്നെ പവറാക്കുന്ന ഒരു ദൈവം. അതുകൊണ്ട് ആ ബൈബിൾ പറയുന്നു, മുമ്പന്മാർ ഫ്രണ്ടിൽ ഓടിയവരൊക്കെ എന്താവും? ബാക്കിലാകും. ഏറ്റവും ബാക്കിൽ കിടക്കുന്നവരൊക്കെ എന്ത് ചെയ്യും? ഫ്രണ്ടിലാകും. ഒരു പക്ഷേ ഡോക്ടർ ഇന്ന് ഫസ്റ്റിൽ ഓടുന്നുണ്ടെങ്കിൽ അവൻ നാളെ വിമ്മിയൊക്കെ ട്രാൻസ്ഫോം ചെയ്തിട്ട് ഒത്തിരി പേരെ നേടാൻ പവർഫുൾ ആയിട്ട് ഉപയോഗിക്കാം. കാരണം ഡോക്ടർ ഇപ്പം കേട്ടിട്ടിരിക്കുന്നെങ്കിലും വിമ്മി സിസ്റ്റർ കർത്താവ് റിവീൽ ചെയ്ത് ദൈവത്തിന്റെ വേൾഡ് റിവീൽ ചെയ്യുമ്പോൾ ഷീ കനോട്ട് സിറ്റ് ക്വയറ്റ്. പോളിന് സത്യം പറഞ്ഞപ്പോൾ ക്വയറ്റ് ആയിരിക്കാൻ പറ്റിയില്ല. He was trying to persecute this way because he honored the word of God. കാരണം തിരുവെഴുത്തുകളെ അവൻ മാനിച്ചത് കൊണ്ടാ, ഓൾഡ് ടെസ്റ്റ്മെന്റ് അവൻ ബിലീവ് ചെയ്തുകൊണ്ടാ ക്രിസ്ത്യൻ പീപ്പിളെ അവൻ പെർസിക്യൂട്ട് ചെയ്യാൻ ആഗ്രഹിച്ചത്. കർത്താവ് റിവീൽ ചെയ്തപ്പോൾ ട്രൂത്ത് മനസ്സിലായപ്പോൾ he gave his life. പറയാൻ ഞാൻ നല്ല പോർ പൊരുതു. റിച്ച് മാൻ ആയിരുന്നു. അവസാനം വരുമ്പോൾ മരിക്കുമ്പോൾ he has no regret. പേടിയോ പറയുന്നില്ല. നാളെ തലവെട്ടാൻ പോവാണ്. നോക്കണേ, നിങ്ങൾ ഇതിക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്നത്തെ പ്രസംഗം കേട്ടപ്പോൾ കർത്താവ് ഡെലിവറി ചെയ്താൽ പറയാമോ? നോ, യു ആർ ഗിവൺ ദ ഹോളി സ്പിരിറ്റ് ഫോർ എ പർപ്പസ്. ദൈവത്തിന്റെ പർപ്പസ് എന്താണെങ്കിലും അത് ഫുൾഫിൽ ചെയ്യാൻ ഈ ദിവസങ്ങൾ നമ്മെ തന്നെ ഏൽപ്പിക്കാൻ ദിവസം എഴുതിട്ട് പാട്ട് പാടി